വളരെ ബോധപൂർവം സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇതൊരു അൺഹെൽത്തി സെക്യുലർ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അത് മാത്രമല്ല, മലയാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് കൂടിയാണിത്. നമുക്കറിയാം, ലൈഫ് പദ്ധതി ലോകത്തിന് മാതൃകയാണ്. 5 ലക്ഷത്തോളം വീട് വെക്കുന്നതിന് ചെലവഴിക്കപ്പെട്ട 21,000 കോടിയോളം രൂപയിൽ 19,000 കോടിയും സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണ്. എന്നാൽ ബാക്കി വരുന്ന കേന്ദ്ര ഫണ്ട് വെച്ചുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് സംഘപരിവാർ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതിനെ അന്ന് കേരളം എല്ലാ നിലയിലും തെറ്റാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കൂടി ഈ പ്രസ്താവന കാരണമായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. അതായത് ഇതൊക്കെ കേന്ദ്രത്തിന്റെ സഹായത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു അൺഹെൽത്തി സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെ ഇത് മനുഷ്യന്റെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. നേരത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വരാൻ വേണ്ടി പാടില്ലാത്ത പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലെ ഇടപെടലിനെ ബോധപൂർവ്വം തമസ്കരിക്കാനും വളരെ ബോധപൂർവം സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇതൊരു അൺഹെൽത്തി സെക്യുലർ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അത് മാത്രമല്ല, മലയാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് കൂടിയാണിത്. അല്ല, ഞാൻ പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ലൈഫ് പദ്ധതി ഞങ്ങളാണ് അതിന്റെ എല്ലാം എന്ന് സംഘപരിവാർ കേരളത്തിൽ കള്ളക്കണക്ക് വെച്ച് പ്രചരിപ്പിച്ചിരുന്നു. അത് കേരളം പൊളിച്ച് കൊടുക്കുകയായിരുന്നു. വസ്തുതകൾ ചൂണ്ടിക്കാട്ടി മഹാഭൂരിപക്ഷവും ആ നിലയിൽ തന്നെ ഇതിന്റെ ഫണ്ടിങ് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ബോധ്യപ്പെട്ടതാണ്. എന്നാൽ നേരത്തെ സംഘപരിവാർ ഉയർത്തിയ വാദത്തെ പിന്തുണക്കുന്നതിന് സമാനമാണ് ഈ പ്രസ്താവന. പ്രധാനമന്ത്രിയുടെ ചിത്രം വരുന്നത് കേവലം ചിത്രം വരുന്നതിന് പിന്തുണക്കുക മാത്രമല്ല, ഇതിന്റെ എല്ലാം ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിനായിരുന്നു എന്ന് നേരത്തെ നടന്ന പ്രചരണത്തെ പിന്തുണക്കുകയാണ് ഇതിലൂടെ വന്നത് എന്നുള്ളതും വളരെ ഗൗരവത്തിൽ പരിശോധിക്കണം. നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയാണ്, ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള നീക്കങ്ങൾ പാടില്ല എന്നുള്ളത്. ഇത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല, തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. അല്ല, ലോകമല്ല, എന്ത് വന്നാലും ഇതൊരു തരം ചാപ്പകുത്തലല്ലേ. എന്ത് വന്നാലും ഇങ്ങനെയല്ലേ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ ഒരു ലോഗോയുടെ ആവശ്യമുണ്ടോ? ഇനി ഫോട്ടോ ആയാലും ലോഗോ ആയാലും ആവശ്യമുണ്ടോ? അപ്പം ഇത് മാത്രമല്ല, ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകളിൽ കേന്ദ്ര ഫണ്ടാണെന്നുള്ള കള്ളപ്രചരണം നടന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പം അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന നിലയിലേക്കാണ് ഈ പ്രസ്താവനയുടെ പിന്നിലുള്ള താല്പര്യം എന്നുള്ളതും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ല, അതാ ഞാൻ പറയുന്നത്, 21,000-ഓളം കോടി രൂപ ചെലവഴിക്കപ്പെട്ടതിൽ 19,000 കോടി രൂപയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടാണെന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ വീണ്ടും സംഘപരിവാർ ഉയർത്തിയ വാദത്തെ പിന്തുണക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അതായത് ഇതൊക്കെ കേന്ദ്രത്തിന്റെ സഹായത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവുന്നത്? അല്ല, അതാണ് ഞാൻ പറയുന്നത്. നേരത്തെ കേരളത്തിൽ ഒരു പ്രചരണം നടന്നിരുന്നു, ലൈഫ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ് ആണ് എന്നുള്ള ഒരു തെറ്റായ പ്രചരണം. എന്നാൽ അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ കണക്കൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞൊരു ഇഷ്യൂവിൽ ഇപ്പോൾ ഇത് പറയണമെങ്കിൽ നേരത്തെ സംഘപരിവാർ ഉയർത്തിയ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടേതാണെന്നുള്ള വാദത്തെ പിന്തുണക്കുന്നതിന് സമാനമാണ് മന്ത്രിയുടെ പ്രസ്താവന. അങ്ങനെ കൂടി ഇതിനെ കാണണം. കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്നാണ് ആവർത്തിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണോ ഇവരൊക്കെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് പറയുന്നതെന്ന് ഇന്ന് ജനം മനസ്സിലാക്കുന്നു. LDF സർക്കാർ എങ്ങനെയാണ് ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള അതിഭീകരമായ അക്രമത്തെ ഒരു പരിചയ പോലെ ചെറുത്തതെന്നും ഇപ്പൊ UDF സർക്കാർ എടുക്കുന്ന സമീപനം എന്തെന്നും നമ്മൾ കാണുന്നുണ്ട്. LDF സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നിലപാടിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സെക്യുലറിസത്തെ കാത്തു സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ UDF സർക്കാർ അതിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. മതവർഗീയ അജണ്ടകൾക്ക്, കേന്ദ്ര സർക്കാർ സ്പോൺസേഡ് അജണ്ടകൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുവെന്ന് ഈ 10-40 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.